നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് UDF നേതൃത്വം. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മറ്റു ചില തീവ്ര മുസ്ലിം സംഘടനകളുടെയും പിന്തുണ UDFന് ലഭിച്ചത് മറ്റിടങ്ങളിൽ, അതായത് മുസ്ലിം സമൂഹത്തിന് നിർണായകമായ സാന്നിധ്യമില്ലാത്ത മറ്റു മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDFനും കോൺഗ്രസിനും ഒരു തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത്. വിവിധ സർവേ റിപ്പോർട്ടുകളിൽ തെക്കൻ മധ്യ കേരളത്തിൽ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ UDFന് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. സുനിൽ കനകോല് കൊടുത്ത റിപ്പോർട്ടിലും ഏറെക്കുറെ അങ്ങനെയാണ് പറയുന്നത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ UDFന് പ്രതീക്ഷിക്കുന്ന അത്രയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലാണ് ആ റിപ്പോർട്ടിൽ കാണുന്നത്. അതിന്റെ പ്രധാന കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെയും തീവ്ര മുസ്ലിം സംഘടനകളുടെയും പിന്തുണ വാങ്ങിച്ച് നിലമ്പൂരിൽ ജയിച്ചു എന്നുള്ളതും, ഇപ്പോൾ തീവ്ര മുസ്ലിം സംഘടനകൾ UDFനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന CPMന്റെ കാടഴിച്ചു വിട്ടുള്ള പ്രചരണവുമാണ് UDFനെ ഇപ്പോൾ ചിന്താക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഈ ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും കിട്ടിയാൽ മാത്രമേ UDFന് അടുത്ത തവണ ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാനെങ്കിലും കഴിയുള്ളൂ. എന്നാൽ CPM ആകട്ടെ മുസ്ലിം വോട്ടുകളെ ഏതാണ്ട് വിട്ടുകഴിഞ്ഞ സ്ഥിതിയാണ്. ഹൈന്ദവ വോട്ടുകളെ പരമാവധി സമാഹരിച്ച് 80ഓളം മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ CPM മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ M സ്വരാജ് മത്സരത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്: നിലമ്പൂരിൽ ഹൈന്ദവ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. മറ്റ് രണ്ട് പ്രബല സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങളായതുകൊണ്ട് നിലമ്പൂരിൽ സ്വരാജിന് അനുകൂലമായി ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടായി എന്നത് അത് യാഥാർത്ഥ്യവുമായിരുന്നു. കാരണം 66,000 വോട്ടാണ് സ്വരാജ് അവിടെ പിടിച്ചത്. CPMൽ നിന്നും അല്ലെങ്കിൽ CPMന്റെ വോട്ട് ബാങ്കിൽ നിന്നും PV അൻവർ അടർത്തിയെടുത്ത 20,000 വോട്ട് കൂടിയാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് അവിടെ 86,000 വോട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ 86,000 വോട്ടുണ്ടായിട്ടും അവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ കാരണം ഇടതു വോട്ടുകൾ രണ്ടായി പിരിഞ്ഞു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ M സ്വരാജിന് 66,000 വോട്ട് ലഭിക്കുകയും PV അൻവറിന് 20,000 ഇടതു വോട്ടുകൾ ലഭിക്കുകയും ചെയ്തപ്പോഴും കോൺഗ്രസിന് പ്രതീക്ഷിച്ചത്ര വിജയം നിലമ്പൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് കോൺഗ്രസ് പലതവണ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പലതവണ ചാനലുകൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ കേവലം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ ലഭിച്ചുള്ളൂ. നിലമ്പൂരിൽ ലീഗിന്റെയും മുസ്ലിം വിഭാഗത്തിന്റെയും ശക്തി കേന്ദ്രത്തിൽ 11,000 വോട്ടുകൾക്കാണ് UDF ലഭിക്കാൻ കഴിഞ്ഞതെങ്കിൽ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടുമെല്ലാം എന്തായിരിക്കും സ്ഥിതി എന്ന് ഇപ്പോഴും UDF ആലോചിച്ച് അവിടെ അക്ഷരാർത്ഥത്തിൽ അവിടെ ചങ്കിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വോട്ടുകൾ കൈവിടാതിരിക്കാനുള്ള പല നീക്കങ്ങളുമായിട്ടാണ് ഇപ്പോൾ UDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ LDF ആകട്ടെ CPM ആകട്ടെ പരമാവധി ഹിന്ദു വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് CPM അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പരമാവധി ഹൈന്ദവ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ക്രൈസ്തവ മണ്ഡലങ്ങളിൽ BJPക്ക് കൂടുതൽ വോട്ടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. ഹൈന്ദവ വോട്ടുകൾ കിട്ടില്ല എന്ന ഭീതി UDFനെ നന്നായി അലട്ടുന്നുണ്ട്. ഹൈന്ദവ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ 72 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് കഴിഞ്ഞേക്കില്ല. കാരണം നേരത്തെ സുനിൽ കനകോലിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ 63 സീറ്റിൽ UDF ഒതുങ്ങേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് വീണ്ടും CPM-ഉം LDF-ഉം പറയുന്നത് മൂന്നാം പിണറായി ഭരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെ. കാരണം ഹൈന്ദവ വോട്ടുകൾ UDFനെ കൈവിട്ടു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.